റോഡ് 3 ഊക്കമ്പാറ കലിയതായി റോഡ്. വളരെ താല്പര്യത്തിൽ ഈ ദിവസം ഈ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. കോട്ടയത്തെ ഒരു ചടങ്ങിന് ശേഷം അദ്ദേഹത്തിന് പെട്ടെന്ന് കോതമംഗലത്തിന് പോകേണ്ടി വന്നു. അവിടെ എത്താം എന്നുള്ള പ്രതീക്ഷയായിരുന്നു അദ്ദേഹം. പക്ഷേ എത്താൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പ്രൊഫസർ ഷീല സ്റ്റീഫൻ ജില്ലാ പഞ്ചായത്തിന്റെ പേരിലെ പ്രസിഡന്റ്, നമ്മുടെ മുൻ പ്രസിഡന്റാണ്, നമ്മൾ ഇവിടുത്തെ ഈ പ്രദേശത്തിന്റെ മുൻ ഡിവിഷൻ നമ്പർ കൂടിയാണ്. ടീച്ചറെ സാറ് വിളിച്ചത് പറഞ്ഞ് ഈ ചടങ്ങ് നിർവഹിക്കണം. പക്ഷേ ഏറ്റവും മോശപ്പെട്ട് കിടന്ന ഭാഗം ഏറ്റവും ഭംഗിയായിട്ട് തീർക്കാൻ സാധിച്ചു. ജോസഫ് സാറിനോട് പ്രത്യേകം മോനിച്ചനൊരു ആമുഖമായിട്ടൊരു നല്ലൊരു പ്രസംഗം പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എന്തുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ വരാനായിട്ടിരുന്ന വ്യക്തിയല്ല. ഞങ്ങൾ ഇന്ന് ജോസഫ് സാറിനോടൊപ്പം ഇടവെട്ടിയിൽ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചീഫ് കൺസർവേറ്ററൊക്കെ പങ്കെടുത്ത അവരുടെ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു, അവരുടെ ക്വാർട്ടേഴ്സും ഓഫീസും ഒക്കെ. അത് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട്, സാറിന് അത്യാവശ്യമായിട്ട് ഇവിടെ മോനിച്ച സൂചിപ്പിച്ച പോലെ അവസാനം ഇനി കോതമംഗലത്ത് ഈ സമയത്ത് എത്തേണ്ടതുണ്ട്. അപ്പോൾ ഷീല നിർബന്ധമായിട്ടും അവിടെ തന്നെ പോകണം, ഞാൻ മോനിച്ചനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്ന ഒരു 5-10 മിനിറ്റ് താമസിക്കുകയും ചെയ്തു. അപ്പോൾ വളരെ സന്തോഷം. ഒരു ഘട്ടത്തിൽ വരുമ്പോൾ അത് പാർട്ടിയുടെ ഭാരവാഹികളെ അറിയിക്കും. എന്നെ അറിയിച്ചു, റെജി അറിയിച്ചു, ഞങ്ങളത് കൂടി ആലോചിച്ചു. അങ്ങനെയാണ് 3 റോഡുകൾക്ക് അന്നത്തെ പഞ്ചായത്ത് പ്രോഗ്രാം, അതായത് നമ്മളുടെ ത്രിതല പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല ടീച്ചർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, എല്ലാവരും ഇവിടെ ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ വളരെ ഹൃദ്യമായിട്ടാണ് നമ്മൾ ഈ വർഗീജാൻ്റെ വീട്ടിൽ വെച്ച് നാട്ടുകാരെല്ലാം വളരെയധികം സഹകരിച്ച് വളരെ ഒരു ഹൃദയബന്ധം തോന്നി. എല്ലാവരുമായിട്ട് വന്ന് എല്ലാവരും